9ാം ഏഷ്യാകപ്പ് കിരീടത്തിനരികെ ഇന്ത്യ. ബാറ്റിംഗിലും ബോളിംഗിലും ഇന്ത്യൻ താരങ്ങൾ നിറഞ്ഞാടിയ മത്സരത്തിൽ ബംഗ്ലാദേശിനെ അനായാസം തകർത്തു. ഇന്ത്യയുടെ ജയം 41 റൺസിന്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് സ്വപ്നതുല്യമായ തുടക്കമാണ് ഓപ്പണർമാർ നൽകിയത്. ഒരറ്റത്ത് അഭിഷേക് വെടിക്കെട്ടിന് തിരികൊളുത്തിയപ്പോൾ മറുവശത്ത് ബംഗ്ലാദേശ് ബോളർമാരെ കരുതലോടെ നേരിട്ട ശുഭ്മാൻ ഗിൽ മികച്ച പിന്തുണ നൽകി. ഇരുവരും ചേർന്ന് 71 റൺസാണ് കൂട്ടിച്ചേർത്തത്. അഭിഷേക് 37 പന്തിൽ 75 റൺസ് സ്വന്തമാക്കി. ഗില്ലിനെയും നായകൻ സൂര്യകുമാർ യാദവിനെയും പുറത്താക്കി ഇർഷാദ് ഹുസൈൻ ബംഗ്ലാദേശിന് പ്രതീക്ഷ നൽകിയെങ്കിലും അധികം ആയുസ്സുണ്ടായില്ല. അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച ഹർദിക് പാണ്ഡ്യ ഇന്ത്യയെ ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചു. മറുപടി ബാറ്റിംഗിൽ ബംഗ്ലാദേശിന് ഒരു ഘട്ടത്തിലും ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്താനായില്ല. 69 റൺസ് നേടിയ സെയ്ഫ് ഹസൻ മാത്രമാണ് പൊരുതിയത്. ഇന്ത്യക്കായി കുൽദീപ് യാദവ് 3 വിക്കറ്റ് നേടി. അതേസമയം ഫീൽഡിംഗിലെ പോരായ്മകൾ പരിഹരിക്കാൻ സൂര്യകുമാർ യാദവിനും സംഘത്തിനും കഴിഞ്ഞില്ല. ബംഗ്ലാദേശ് താരം സെയ്ഫിന്റെ ക്യാച്ച് 4 തവണയാണ് ഇന്ത്യൻ താരങ്ങൾ കൈവിട്ടത്. ജയത്തോടെ ഇന്ത്യ ഏഷ്യാകപ്പ് ഫൈനലിൽ ഇടം പിടിച്ചു. ബംഗ്ലാദേശ് പാകിസ്ഥാൻ മത്സര വിജയികളെ ഇന്ത്യ ഫൈനലിൽ നേരിടും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.